TPMുമായി ഇടഞ്ഞ ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷൻ പ്രേംകുമാറിനെയും PS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷിനെയും സ്ഥാനാർത്ഥികളാക്കാൻ കോൺഗ്രസിന്റെ പുതിയ നീക്കം. പ്രേംകുമാറിനെ തിരുവനന്തപുരം കഴക്കൂട്ടത്തും A സുരേഷിനെ പാലക്കാട്ടെ മലമ്പുഴയിലും മത്സരിപ്പിക്കാൻ സാധ്യത. CPM അനുനയത്തിന് വഴങ്ങാത്ത പ്രേംകുമാറുമായി കോൺഗ്രസ് ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പറ്റുന്ന ഒരാളായിട്ട് ഞാൻ എന്നെ കുറിച്ചൊരു വിലയിരുത്തൽ എനിക്കില്ല. അങ്ങനെ ഒരു മനസ്സ് ഇപ്പോഴും എനിക്കില്ല. നാളെ എന്താണെന്നൊന്നും എനിക്കൊന്നും പറയാൻ പറ്റൂല. നമുക്ക് നോക്കാം. അല്ല, അതൊന്നും ഞാൻ ഒരിക്കലും ഒരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന ഒരാളൊന്നുമില്ല. ഇപ്പൊ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് ഇങ്ങനെ ശാന്തമായിരിക്കും. ഞാനിപ്പോ കുറച്ച് എഴുത്തും വായനയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. മറ്റൊരു തീരുമാനങ്ങളിലേക്ക് ഇപ്പൊ വന്നിട്ടില്ല. നാളെ പാലക്കാട് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതിയ യാത്രയിൽ A സുരേഷ് പങ്കെടുക്കാൻ സാധ്യത. ചർച്ചകൾ A സുരേഷും സ്ഥിരീകരിച്ചിരുന്നു 24നോട്. UDF സ്ഥാനാർത്ഥിയാവണമെന്ന് അവർ എന്നോട് സമീപിച്ചിരുന്നു. സ്ഥാനാർത്ഥിയുടെ കാര്യം പറയേണ്ടത് ഞാനല്ല, UDFിൻ്റെ ഉന്നത നേതൃത്വം തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ അവരോട് സംസാരിച്ചിരുന്നു. ഞാനും അത് അവരോട് തിരിച്ച് ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരുന്നു. എല്ലാം ആലോചിക്കാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനെപ്പോഴും ഒരു ഇടതുപക്ഷ നിലപാട് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇന്നും നാളെയും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ പാർട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരൊപ്പമാണ് ഞാനുള്ളത്. എൻ്റെ നിലപാടിൽ തന്നെ ഞാൻ തുടരും. അത് എങ്ങനെ എന്നുള്ളത് UDF ആണ് തീരുമാനിക്കേണ്ടത്. ഇതിനിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഇന്ന് KPC ആസ്ഥാനം നടക്കുമെന്ന് അറിയുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരം അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ്. അലക്സ്, ഈ രണ്ടുപേരുടെ കാര്യത്തിലും ഒരു തീരുമാനം അനുകൂലമായി ഉണ്ടാകുമെന്നാണോ നമ്മളിപ്പോൾ കണക്കൂട്ടുന്നത്? SKN തീർച്ചയായും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സർക്കാരും CPMും അപമാനിച്ചിറക്കി വിട്ടു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രേംകുമാർ. അദ്ദേഹത്തിന് മുറിവേറ്റു എന്ന് അദ്ദേഹം 24നോട് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അദ്ദേഹം ഈ KS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞതിനു ശേഷം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തോടുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു. അദ്ദേഹം കോൺഗ്രസിലേക്ക് എന്ന വിവരവും സജീവമായി തന്നെ പുറത്തു വന്നു. ആദ്യഘട്ടത്തിൽ അരുവിക്കര, നെയ്യാറ്റിങ്കര, പാറശാല മണ്ഡലങ്ങളിൽ പ്രേംകുമാറിനെ പരിഗണിക്കാം, അല്ലെങ്കിൽ അത്തരമൊരു ഒത്തുതീർപ്പ് ഫോർമുല ഉരുത്തിരിഞ്ഞതായാണ് ആദ്യഘട്ടത്തിൽ ഉടലെടുത്തൊരു വിവരം. പക്ഷേ അതങ്ങനെയല്ല. കഴക്കൂട്ടത്ത് മത്സരിക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ ആരായുന്നത്. അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു. പ്രേംകുമാറിനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിച്ചാലുള്ള സാധ്യത കോൺഗ്രസിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം ചർച്ചകൾ അദ്ദേഹം തള്ളുന്നില്ല. അതായത് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. KC വേണുഗോപാലുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLAയുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുന്നുണ്ട്. ഇനിയും താൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണെന്ന്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്ന കാര്യം പ്രേംകുമാർ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും നാളത്തെ കാര്യം എന്താണെന്ന് എനിക്ക് ഇന്നേ പ്രവചിക്കാൻ വയ്യ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതേസമയം തന്നെ CPMന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങുന്നില്ല. കടുത്ത നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. പ്രേംകുമാർ ഏറെക്കുറെ കോൺഗ്രസിലേക്ക് തന്നെ എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ സീറ്റ് വാഗ്ദാനം ചെയ്യും. അദ്ദേഹം അത് സ്വീകരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം VS അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന A സുരേഷുമായി ബന്ധപ്പെട്ട കാര്യമാണ്. A സുരേഷിനും കോൺഗ്രസ് സമാനമായി തന്നെ സമീപിച്ചിരുന്നു. A സുരേഷും പറയുന്നത് പ്രേംകുമാറിന് സമാനമായ നിലപാടാണ്. CPM തന്നെ അപമാനിച്ചു, ഇത്ര കാലമായി ഈ പാർട്ടിക്ക് പുറത്തു നിന്നിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയൊന്നും സ്വീകരിച്ചില്ല, പാർട്ടി അപമാനിച്ചു എന്ന നിലപാടിൽ തന്നെയാണ് A സുരേഷും ഉറച്ചു നിൽക്കുന്നത്. ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് A സുരേഷിനെ സമീപിക്കുന്നതും മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം ആലോചിക്കുന്നതും. അതും UDF ലേബലിൽ ആയിരിക്കില്ല A സുരേഷ് മത്സരിക്കുക. A സുരേഷ് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ തേടുന്നത്. A സുരേഷ് UDF പിന്തുണയോടെ മലമ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കും. അദ്ദേഹം ആ സാധ്യതകൾ ശരിവെക്കുന്നു. അദ്ദേഹം നമ്മളോട് അത് പ്രതികരിച്ചിട്ടുണ്ട്. UDF കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചർച്ച ആ തരത്തിൽ പുരോഗമിക്കുന്നതായി A സുരേഷും വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ രണ്ടുപേരും ഇടതുപാളയത്തിൽ നിന്ന് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ ഇന്നോ നാളെയൊക്കെയായി ഉണ്ടായേക്കും. ഇന്ന് KPCCയിൽ ഞാൻ നിൽക്കുന്നത് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ്. അവിടെ ഇന്ന് നിർണായകമായ യോഗങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ യോഗം രാവിലെ രമേശ് ചെന്നിത്തല അധ്യക്ഷനായ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ യോഗമാണ്. ഈ രമേശ് ചെന്നിത്തല അധ്യക്ഷനാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി യോഗമാണ്. ശശി തരൂറാണ് അതിൻ്റെ ഉപാധ്യക്ഷൻ, ഷാഫി പറമ്പിൽ അതിൻ്റെ കൺവീനറാണ്. അത്തരത്തിൽ നേതാക്കൾ എത്തിയിട്ടുണ്ട്. ശശി തരൂർ ഇവിടെ എത്തിയിട്ടില്ല, ബാക്കി നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി യോഗം ആരംഭിച്ചതായി മനസ്സിലാക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം KPCCയുടെ നേതൃയോഗം ചേരും. അതിൽ KPCC ഭാരവാഹികളും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കും. അതിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ വിലയിരുത്തൽ, ഒപ്പം ബൂത്ത് തല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് ചർച്ചയാകും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യും. അതിനുശേഷം, അതായത് ഈ ഔദ്യോഗിക യോഗങ്ങൾക്കൊക്കെ ശേഷം അനൌദ്യോഗികമായി നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ AK ആന്റണി ഇന്ന് വീക്ഷണത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി KPCCയിലുണ്ട്. അത്തരത്തിൽ KC വേണുഗോപാലുണ്ട്, VD സതീശനുണ്ട്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉണ്ട്, ദീപാദാസ് മുൻഷിയുണ്ട്. അതുമാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ
നിരീക്ഷകരായ AICC നിരീക്ഷകരായ സച്ചിൻ പൈലറ്റ്, കനയ്യകുമാർ അടക്കമുള്ളവരുണ്ട്. അവരും ഇന്ന് ഈ KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കും. അതായത് സ്ഥാനാർത്ഥി നിർണയവുമായി അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.